നാട്ടിലൊക്കെ വിചാരിക്കുമ്പം വിന്റർ കാണുമ്പോൾ ആൾക്കാർക്ക് ബ്യൂട്ടി തോന്നും ഗൈസ്. ഹലോ ഗൈസ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് നല്ല പ്രസിപ്പിറ്റേഷൻ രീതിയിലായിരുന്നു. ഹ്യൂമിഡിറ്റിയും വിൻഡും കാര്യങ്ങളെല്ലാം ഭയങ്കര കൂടുതലായിരുന്നു. കാരണം സാധാരണ മഴ വന്ന് ഇല പോയതിനു ശേഷമാണ് സ്നോ വരാറ്. ശ്രദ്ധിച്ചില്ലേ, മരത്തിൽ മൊത്തം ഇല ഫുള്ളാണ്. സ്റ്റിൽ ഒരു ഫോളിനകത്തൊരു മഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. മൊത്തത്തിലേ അങ്ങ് മാറി. പെട്ടെന്ന് സ്നോ വന്നു. അത് ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഫസ്റ്റ് സ്നോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിലേ അങ്ങ് മാറും. കാരണം വിന്റർ ജാക്കറ്റ്സ് ഇടണം, ലേയേഴ്സ് ഇടണം, തെർമൽസ് ഇടണം, രാവിലെ എണീറ്റ് ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ആക്കി ഇടണം, എന്നിട്ട് മഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ റോഡിൽ ഇറങ്ങാൻ വേണ്ടി. വീട്ടിലാണ് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ മഞ്ഞുകൾ മാറ്റണം. നാട്ടിലൊക്കെ വിചാരിക്കുമ്പം വിന്റർ കാണുമ്പോൾ ആൾക്കാർക്ക് ബ്യൂട്ടി തോന്നും ഗൈസ്. ബ്യൂട്ടി സത്യമാണ്, പക്ഷെ അതിന്റെ പുറകെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മളെ ഫ്രീസറിന്റെ തണുപ്പ് ഓൾമോസ്റ്റ് 2-3 ഇരപ്പിയൊക്കെ ചില ടൈമിന് നമുക്ക് കിട്ടാറുണ്ട്. അതെ, അത് മാത്രല്ല ഗൈസ്, ഏറ്റവും കൂടുതൽ വലച്ചത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. കാരണം വിന്റർ ടയേഴ്സ് ഒക്കെ ആൾക്കാര് ഇട്ട് തുടങ്ങുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പം ഒരുപാട് റിസ്കി ആണ് വിന്റർ ആക്ച്വലി കാനഡയിൽ. പക്ഷെ എനിവേ ഞങ്ങൾക്ക് അത് ഇന്നലെ കിട്ടി. സോ വി ആർ റെഡി ഫോർ ദ വിന്റർ. സോ പുതിയ സ്നോ വിശേഷങ്ങൾ, വിന്റർ വിശേഷങ്ങളുമായിട്ട്, കൂടുതൽ കനേഡിയൻ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.